മുംബൈയിലെ ധാരാവിച്ചേരിയിൽ രോഹൻ പാട്ടീൽ തന്റെ അച്ഛൻ മനോജും അമ്മ സുധയും കൂടി ജീവിച്ചു. കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. രോഹൻ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സ്കൂളിനു ശേഷം പത്രം വിതരണം ചെയ്തും ചെറിയ കടകളിൽ ജോലി ചെയ്തും കുടുംബത്തെ താങ്ങി. എപ്പോഴും അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം: ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കുടുംബത്തെ മോചിപ്പിക്കണം. രോഹൻ കോളേജ് പഠനം പൂർത്തിയാക്കി മുംബൈയിൽ ഒരു ചെറിയ IT കമ്പനിയിൽ ജോലി നേടി. പക്ഷേ ശമ്പളം കുറവായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു, നിനക്കൊരു കല്യാണം കഴിക്കണം, ഞങ്ങൾക്ക് ഒരു തുണയാകും. രോഹൻ സമ്മതിച്ചു. പൂജ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. വിവാഹശേഷം ഉത്തരവാദിത്തങ്ങൾ കൂടി. രോഹൻ ഓർത്തു, മുംബൈയിൽ ഇങ്ങനെ ജോലി ചെയ്താൽ ജീവിതം മാറില്ല, വലിയൊരു അവസരം വേണം. പൂജയും മനോജും സുധയും പറഞ്ഞു, വിദേശത്ത് പോയാൽ കൂടുതൽ സമ്പാദിക്കാം, ഒരു ജോലി നോക്കൂ. രോഹൻ ദുബായിലേക്ക് പോയി ഒരു ടെക് കമ്പനിയിൽ ജോലി കിട്ടി. ശമ്പളം മികച്ചതായിരുന്നു. മനോജിനും സുധയ്ക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ രോഹൻ എല്ലാ പണവും പൂജയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു. ആദ്യം എല്ലാം നല്ലതായിരുന്നു. രോഹൻ ഫോണിൽ വിളിക്കുമ്പോൾ പൂജ മനോജിനെയും സുധയെയും ഫോൺ കൊടുക്കും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ അവരെ ഒഴിവാക്കാൻ തുടങ്ങി. അവർ അയൽപ്പക്കത്ത് പോയതാണ് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കാതായി. മുംബൈയിൽ പൂജയുടെ പെരുമാറ്റം മാറി. മനോജും സുധയും വീട്ടിൽ അവഗണിക്കപ്പെട്ടു. പൂജയുടെ അമ്മയും അനിയനും താമസിക്കാൻ വന്നപ്പോൾ അവർക്ക് മുറി നൽകി. മനോജിനോടും സുധയോടും ഹാളിൽ കിടക്കാൻ പറഞ്ഞു. സുധ പറഞ്ഞു, എനിക്ക് കാൽവേദനയുണ്ട്, ഹാളിൽ കിടക്കാൻ വയ്യ. പക്ഷേ പൂജ പറഞ്ഞു, കുറച്ചു ദിവസം മാത്രമല്ലേ, ക്രമീകരിക്കൂ. പിന്നീട് അവർക്ക് ശരിയായ ഭക്ഷണം പോലും കിട്ടാതായി. പൂജ അവരോട് മുരടനായി, സംസാരം കുറച്ചു. മനോജും സുധയും വിഷമത്തോടെ പറഞ്ഞു, രോഹൻ വന്നാൽ എല്ലാം ശരിയാകും. അവർ പൂജയോട് രോഹനുമായി സംസാരിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവൾ പറഞ്ഞു, അവൻ ഓഫീസ് പ്രോജക്റ്റിൽ തിരക്കാണ്, നിന്റെ കാര്യം പറയാൻ നേരമില്ല. ഒടുവിൽ പൂജ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നിന്റെ മകന്റെ പണം എന്റെ അക്കൗണ്ടിലാണ്, നിന്റെ ആവശ്യം ഇനി വേണ്ട എന്ന് പറഞ്ഞു. മനോജും സുധയും മുംബൈയുടെ തെരുവിൽ അലഞ്ഞു. ഒടുവിൽ ഒരു ഗണേശ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ജീവിക്കാൻ വേണ്ടി ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. മനസ്സിൽ രോഹന്റെ ഓർമ്മ മാത്രം. ഒരു ദിവസം നമ്മുടെ മോൻ വരും എന്ന് അവർ പരസ്പരം പറഞ്ഞു. 8 വർഷത്തിനു ശേഷം രോഹൻ മുംബൈയിലേക്ക് മടങ്ങിവന്നു. കോഡ് സൂട്ട് ധരിച്ച് കൈനിറയെ പണവുമായി. മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങണമെന്ന സ്വപ്നവുമായി. അവന്റെ മനസ്സിൽ അച്ഛനെയും അമ്മയെയും കാണാനുള്ള ആഗ്രഹം. എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചു വീട്ടിലേക്ക് പോയി. വഴിയിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ കാർ നിന്നു. അപ്പോൾ രോഹന്റെ കണ്ണ് റോഡരികിൽ ഭിക്ഷയാചിക്കുന്ന ഒരു വൃദ്ധ ദമ്പതികളിലേക്ക് പോയി. അവരെ കണ്ടപ്പോൾ ഹൃദയം നിന്നു. അത് മനോജും സുധയുമായിരുന്നു. രോഹൻ കാർ വിട്ടിറങ്ങി. അമ്മയച്ഛാ, നിങ്ങളിവിടെ എന്താ? അവർ മകനെ കണ്ട് കണ്ണീർ വാർത്തു. 8 വർഷത്തിനിടെ രോഹന്റെ രൂപം മാറിയിരുന്നു. പക്ഷേ അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ എല്ലാം പറഞ്ഞു. പൂജയുടെ ക്രൂരത, വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, തെരുവിൽ ജീവിക്കേണ്ട ഗതികേട്. രോഹൻ കോപാകുലനായി. അവൻ മനോജിനെയും സുധയെയും ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. പൂജ വാതിൽ തുറന്നപ്പോൾ ഞെട്ടി. നീ എപ്പോൾ വന്നു? അവൾ പതറി, അകത്തേക്കു വാ. രോഹൻ ചോദിച്ചു, എന്റെ അച്ഛനും അമ്മയും എവിടെ? പൂജ പറഞ്ഞു, അവർ എന്റെ അമ്മയോട് വഴക്കിട്ടുപോയി, എനിക്കറിയില്ല എവിടെയാണ്. രോഹൻ അവളുടെ നുണ മനസ്സിലാക്കി. അവൻ ഫോണെടുത്ത് വിളിച്ചു, നിന്റെ ചെയ്തികൾ എനിക്ക് മനസ്സിലായി. നിന്നെ ഞാൻ വിവാഹമോചനം ചെയ്യും. കോടതിയിൽ കാണാം. പൂജ ഞെട്ടി. എത്ര ശ്രമിച്ചിട്ടും രോഹൻ മനസ്സ് മാറ്റിയില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രോഹൻ പൂജയെ വിവാഹമോചനം ചെയ്തു. അവൻ മനോജിനോടും സുധയോടും മുംബൈയിൽ ഒരു പുതിയ ഫ്ളാറ്റിൽ താമസം തുടങ്ങി. പിന്നീട് ഒരു നല്ല പെൺകുട്ടിയെ കണ്ട് വീണ്ടും വിവാഹം കഴിച്ചു. അവന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായി. പൂജയുടെ ജീവിതം തകർന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാമല്ലേ? മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ ഒടുവിൽ നമ്മൾ തന്നെ നഷ്ടപ്പെടും.